ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ആഘോഷങ്ങളുടെ പൂരാണെന്ന് പറയാം. അപ്പോൾ ഗണപതി തുടങ്ങി, ഗണപതി വിസർജനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരട്ടെ. ഗണപതി വിസർജനം കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഗണപതി ഞങ്ങളുടെ താഴത്തു കൂടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് വേയിൽ പോയി. ഗേറ്റ് വേയിൽ പോയിട്ട് അത് ഗണപതിനെ കടലിലേക്ക് ഒഴുക്കണതാണ്. വലിയ ക്രെയിനൊക്കെ കെട്ടിയിട്ട് കടലിലേക്ക് താഴ്ത്തിയിട്ട് പിന്നെ ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് മുക്കിയതാണ് ഗണപതി വിസർജനം ആണ് ചെയ്യണത്. ഭാഗ്യത്തിനായിട്ട് അതിൻ്റെ ഉള്ളിൽ അലൗഡില്ല. ഞാൻ ഈശ്വരാക്കിയൊന്ന് കാണണേ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ദൈവത്തിന് ഞാൻ ആ ഗ്യാപ്പിലൂടെ ഈ ആളുകൾ ഗണപതിയിലെ ഒപ്പം പോണ ആളുകളുടെ ഒപ്പം ചേർന്ന് അവരൊപ്പം പോയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അധികം ആർക്കും ഒന്ന് ഇത്ര ആൾ പോണം ഗണപതിയുടെ ഒപ്പം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഭാഗ്യത്തിന് ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ പോയി എനിക്ക് അങ്ങനെ പോകാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ കണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയത് കേട്ടോ. എന്നിട്ട് ഭഗവാൻ ആരതി തൊഴുത് എന്നിട്ട് ഭഗവാന് നിമജ്ജനം ചെയ്യാണ് കാണുന്നത്. പിന്നെ എന്താണ്, ഇതുപോലെ തന്നെ ചോപ്പാട്ടിയിലുണ്ട്. അപ്പോൾ ചോപ്പാട്ടിയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞ് ഇവിടുത്തെ കുറേ ചെറുതും വലുതും അങ്ങനെ ആയിട്ടപ്പോൾ ഒന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കാണിക്കാം എങ്ങനെയാണ് ഗണപതിനെ നിമജ്ജനം ചെയ്യണതെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വേറെ വന്നു അങ്ങനെ വലിയ ഗണപതികളൊക്കെ വന്നിട്ട് അങ്ങനെ വലിയ ക്രെയിൻ കെട്ടി കടലിലേക്ക് മുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ആളുകൾ കുട്ടികളും ഇങ്ങനെ വളണ്ടിയർമാരുണ്ടാവും. അവർ ഗണപതിനെ അങ്ങനെ മുക്കിയിട്ട് കുറച്ച് ദൂരത്തേക്ക് അങ്ങനെ ഒഴുക്കി കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. ചെറിയ ഒരുപാട് ഗണപതി വീട്ടിൽ വയ്ക്കുന്ന ഗണപതികളുണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ആളുകളുണ്ട്, അവർ ഒഴുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ യെല്ലോ ഡ്രസ്സ് ഇട്ടവർ അങ്ങനെ ചെറിയ ഗണപതിനെ അങ്ങനെ സ്റ്റെപ്പിലൂടെ ഒഴുക്കും, വലിയതിനെ ക്രെയിൻ കെട്ടിയിട്ട് ഒഴുക്കുക ചെയ്യാറ് കേട്ടോ. ഇങ്ങനെയാണ് ഗണപതി വിസർജനം. പിന്നെ എന്താ പറയുക, ഭയങ്കര വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ 11 വരെ ആഘോഷങ്ങളാവും. ഗണപതി ഗൗരി പോക്ക് അതിന് ഒരുപാട് അടിപൊളിയാണ്. ഈ സമയത്ത് എന്താ പറയുക, അടിപൊളി. ഗണപതിക്കൊക്കെ എന്താ പറയണത്, കാണണം ഗണപതി. അത് കണ്ടാലേ അതിൻ്റെ ഫീൽ അറിയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ എങ്ങനെ കണ്ടിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അറിയില്ല. പക്ഷെ നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളത് എന്താ പറയുക, നമ്മളെ നാട്ടിൽ പൂരൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടെ ഗണപതി. എവിടെ നോക്കിയാൽ ഏത് റോഡ് കൂടെ അവിടെയൊക്കെ ഗണപതി വരുന്നുണ്ടാവും. വിസർജനത്തിൻ്റെ അന്നും ഗൗരിയുടെ അന്നും ഒക്കെ ഭയങ്കര രസം. രാത്രി 2 മണി 3 മണി 4 മണിയിൽ 4:30 വരെയെങ്കിലും ഉണ്ടാവും ഗണപതി പോക്ക് വിസർജനത്തിന് വേണ്ടിയിട്ട്. അത്രയ്ക്ക് എത്ര പോരും എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ചോപ്പാട്ടിയിലൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവരും ഈ ഗണപതി വിസർജനം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്ത് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞാൻ കുറേ കണ്ട് കുറേ പിന്നെ വീഡിയോ എടുക്കാൻ ആദ്യം ഈ ഗണപതി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നുപോയി. ലാസ്റ്റാണ് ഞാൻ പോകാൻ നേരത്തന്നെ ഒരു ഗണപതിയും കൂടി പോകണമാണ്. അപ്പം ഞാൻ കുറച്ചെടുത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഗേറ്റ് വേയുടെ അവിടെ വന്ന് അവിടെ നിന്നും കണ്ട് പിന്നെ ചോപ്പാട്ടി പോയി. ചോപ്പാട്ടിയിൽ നിന്നും കണ്ട് ഗേറ്റ് വേയുടെ അവിടെയാണ് താജ് ഹോട്ടലാണത്, ഗേറ്റ് ഓഫ് ഇന്ത്യയാണിത്. പോലീസുമാർ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റിയത് തന്നെ. കുറച്ച് ഒരു ഗണപതിയുടെ ഒപ്പം 10-15 അങ്ങനെ 5 ആൾക്കാർ അത്രയാണ് അലൗഡ് ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചുളുവിയിൽ അങ്ങോട്ട് കയറി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെന്ന് പറയാം. അല്ലാണ്ട് ഞാൻ വീട്ടിൽ ഗണപതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അലൗഡൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് കയറാൻ പറ്റി. അതിനകത്തപ്പം ഞങ്ങളിനി ചോപ്പാട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചോപ്പാട്ടിയിലുണ്ട് കാണാൻ എന്താ തിരക്ക് വെച്ചിട്ട് അമ്മേ, അവിടെ ഒരു പൂഴി വാരിയിട്ടാൽ കൊഴിഞ്ഞില്ല എന്ന് പറയുന്നത്, അത്രയ്ക്കും ജനങ്ങളാണ് അവിടെ. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയും. കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഗണേശ ചതുർത്ഥി ആശംസകൾ.